ആകാശം പൊട്ടി വീണപ്പോൾ ഒരിടത്തൊരിടത്ത് ഒരു പാവപ്പെട്ട കൃഷിക്കാരനുണ്ടായിരുന്നു. കൃഷി മോശമായപ്പോൾ അയാൾ ഒരു ധനികന്റെ കയ്യിൽ നിന്ന് പലിശയ്ക്ക് പണം കടം മേടിച്ചു. പിന്നത്തെ വർഷവും കൃഷി മോശമായപ്പോൾ ധനികൻ വന്ന് പണം മടക്കി ചോദിച്ചു. പണം കിട്ടുകയില്ല എന്ന് കണ്ടപ്പോൾ പോത്തിനെ പിടിച്ചുകൊണ്ടുപോയി അറവുകാരന് വിറ്റു. പോത്തിന്റെ തൊലി ഉരിഞ്ഞെടുത്ത് കൃഷിക്കാരന് കൊണ്ടുകൊടുത്ത് അയാളെ പരിഹസിച്ചിട്ട് പോയി. അത് കണ്ടപ്പോൾ കൃഷിക്കാരന് വലിയ സങ്കടമായി. ഭാര്യയും മക്കളും പട്ടിണിയിലാണ്. ഉണ്ടായിരുന്ന പോത്തും നഷ്ടപ്പെട്ടു. അയാൾ കുറേ ആലോചിച്ചിട്ട് പോത്തിന്റെ തോൽ പട്ടണത്തിൽ കൊണ്ടുപോയി വിറ്റ് അല്പം പൈസയുണ്ടാക്കാമെന്ന് വിചാരിച്ച് പുറപ്പെട്ടു. വഴിമധ്യേ ഒരു കാടുണ്ടായിരുന്നു. അയാൾ രാത്രി കഴിച്ചു കൂട്ടാൻ ഒരു മരത്തിന്റെ മുകളിൽ കയറിയിരുന്നു. കയ്യിൽ പോത്തിന്റെ തോലുമുണ്ട്. അർദ്ധരാത്രിയായപ്പോൾ 4 കള്ളന്മാർ കളവ് മുതലുമായി ആ മരത്തിന് ചുവട്ടിൽ വന്നു. കളവ് മുതൽ പങ്കിടുന്നതിനെ പറ്റി അവർ പരസ്പരം തർക്കിച്ചു. അപ്പോൾ പങ്കുവെക്കുന്ന കള്ളൻ മുകളിലേക്ക് കൈ ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു, എന്നെ കുറ്റം പറഞ്ഞാൽ നിങ്ങളുടെ തലയിൽ ആകാശം പൊട്ടി വീഴുമേ. കൃഷിക്കാരന് തോന്നി കള്ളൻ അയാളുടെ നേർക്കാണ് കൈ ചൂണ്ടിയതെന്ന്. പേടിച്ചു വിറച്ച് അയാളുടെ കയ്യിൽ നിന്നും പോത്തിന്റെ തോൽ താഴെ വീണു. അത് കണ്ടപ്പോൾ ആകാശം ഇടിഞ്ഞു വീഴുകയാണെന്ന് വിചാരിച്ച് കള്ളന്മാർ ഓടിക്കളഞ്ഞു. നേരം വെളുത്തപ്പോൾ അവരിട്ടുപോയ മുതലെല്ലാം എടുത്ത് കൃഷിക്കാരൻ മടങ്ങി. അയാളുടെ കടമെല്ലാം വീട്ടി പുതിയ സ്ഥലം മേടിച്ച് സുഖമായി ജീവിക്കാൻ തുടങ്ങി. ഇത് കണ്ട് അസൂയ തോന്നിയ ആ ധനികൻ വന്ന് ഇത്ര പണമുണ്ടായത് എങ്ങനെയാണെന്ന് ചോദിച്ചു. അയാൾ ഉണ്ടായതെല്ലാം പറഞ്ഞു. അത് കേട്ട് ധനികനും അതേ മരത്തിന്റെ മുകളിൽ പോയി കയറിയിരുന്നു. കള്ളന്മാർ വന്ന് മുതൽ പങ്കിടുമ്പോൾ തോലെടുത്ത് താഴെയിട്ടു. പക്ഷേ ഇത്തവണ അവരെ പറ്റിക്കാനായില്ല. നീയാണല്ലേ കഴിഞ്ഞ തവണ ഞങ്ങളെ പറ്റിച്ച് ഞങ്ങളുടെ മുതലുമായി കടന്നു കളഞ്ഞത് എന്നും പറഞ്ഞ് അയാളെ അടിച്ച് ഇടിച്ച് കൈയും കാലും ഓടിച്ചു വിട്ടു. വീട്ടിലേക്ക് വല്ലപാടും മടങ്ങിയെത്തിയ അയാളോട് എന്തു പറ്റിയെന്ന് എല്ലാവരും ചോദിച്ചു. അപ്പോൾ അയാൾ പറഞ്ഞത് എന്താണെന്നോ, ആകാശം എൻ്റെ മേൽ ഇടിഞ്ഞു വീണു.